കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു പുസ്തകത്തിൻ്റെ വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും ഏകദേശം വായിച്ചിട്ടുള്ള റീസെൻ്റായിട്ട് വളരെയധികം ട്രെൻഡ് സെറ്റിംഗ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് പുസ്തകങ്ങൾ വായിച്ചു, പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ വീണ്ടും പുസ്തകങ്ങൾ ചെയ്യാൻ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഒരു തുടക്കം എന്നോളം രണ്ടാം വരവ് എപ്പോഴും നല്ലൊരു ബുക്കുമായിട്ടായിരിക്കണം. അഖിൽ പി ധർമ്മജൻ രചിച്ച റാം കെയർ ഓഫ് ആനന്ദി. ഇതിനെന്താ പറയുക, അപ്പോൾ എത്രയോ പേര് തിരിച്ച് വായിക്കാൻ തുടങ്ങി. ഭയങ്കര ട്രെൻഡിങ്ങായി, യുവാക്കൾക്കിടയിലൊക്കെ വായനാശീലം കൊണ്ടുവരാൻ സാധിച്ചൊരു പുസ്തകമാണ്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ നോവൽ വായിക്കുമ്പോൾ ഒരു സിനിമ കാണുന്ന ഫീലാണ് എനിക്ക് കിട്ടിയത്. ഒരു നല്ലൊരു സിനിമ കാണുന്ന ഫീല് ആദ്യാവസാനം മുതൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിച്ചു തീർക്കാൻ പറ്റിയൊരു പുസ്തകമായിരുന്നു റാം കെയർ ഓഫ് ആനന്ദി. ഇതിൽ റാം എന്ന കഥാപാത്രം ചെന്നൈയിലേക്ക് സിനിമ പഠിക്കാനായി എത്തുകയാണ്. അതിനൊപ്പം തന്നെ ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നോവൽ പുള്ളി എഴുതാനും കുറച്ച് അനുഭവങ്ങൾ കിട്ടും എന്ന രീതിയിൽ എത്തുകയാണ്. പിന്നീട് അവിടെ റാം പരിചയപ്പെടുന്ന കുറച്ച് കഥാപാത്രങ്ങൾ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, ഇതൊക്കെയാണ് ഈ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കൂടുതലായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ ഡയലോഗ് എന്ന് പറയുന്ന പോലെ ഒരു സ്പോയിലർ ആവും. അതുകൊണ്ടാണ് ഡീറ്റെയിലിങ്ങിലോട്ട് കടക്കാത്തത്. ഇതിൽ ഓരോ കഥാപാത്രങ്ങളും വളരെ മികച്ച രീതിയിൽ എഴുതിയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. റാം ആയാലും ആനന്ദി ആയാലും പാട്ടി ആയാലും വെട്രി ആയാലും എല്ലാവരും, മല്ലി തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം തന്നെ വളരെ മികച്ചതായിട്ട് അവർക്കെല്ലാം ഒരു ഡെപ്തുള്ള ഒരു കഥാപാത്രങ്ങളാണ്. ഇതിൽ റാം തൻ്റെ സിനിമാ ജീവിതത്തിൽ സിനിമ പഠിക്കാനായിട്ടുള്ള ആഗ്രഹത്തിൽ വരികയും പിന്നീട് ആനന്ദിയുമായിട്ട് കോർക്കുകയും പിന്നീട് സൗഹൃദത്തിലാവുകയും ചെയ്യുന്നു. ആനന്ദി എന്നൊരു മിസ്റ്റീരിയസ് ക്യാരക്ടറായിട്ട് തന്നെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അതിൽ കൂടുതലായിട്ട് കടക്കാനും സാധിക്കില്ല. ആദ്യം നമുക്ക് ഒരു സൗഹൃദവും പ്രണയവും വളരെ ഒരു ഫീൽ ഗുഡ് സിനിമ കാണുന്ന പോലെയായിരുന്നു ഇത് വായിക്കുമ്പോൾ കിട്ടിയ ഒരു അനുഭവം. പിന്നീട് അത് ഒരു മിസ്റ്ററി ഉള്ളിലോട്ട് വരികയും ആദ്യ അവസാനം വരെ ഒരു ത്രില്ലിംഗ് ആയിട്ട് പോവുകയും ചെയ്യുന്നു. അവസാനം വളരെയധികം ഇമോഷൻസ് ഉള്ളിലേക്ക് വരികയും സിനിമ എന്നുള്ളതിൽ പോലെ വളരെയധികം വൈകാരിക രംഗങ്ങളായാലും ത്രില്ലിംഗ് മൊമെൻറ്റ്സ് ആയാലും അധികമുള്ള ഒരു നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി. തീർച്ചയായിട്ടും ഒരു സിനിമയാക്കാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇത് വായിച്ചായിരിക്കും അത് അറിയാം. അപ്പോൾ ഒരു ഗംഭീര നോവലായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം എനിക്ക് വായിച്ച് വളരെയധികം അടുത്തത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഈ നോവൽ ഉടനീളം ഉണ്ട്. ഇതിലെ കഥയും കഥാപാത്രങ്ങളൊക്കെ വളരെയധികം മികച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ വായിക്കാത്തവർ വിരളമായിരിക്കും ഈ പുസ്തകമൊക്കെ. ഈ ഒരു ഒഴുക്കിൽ പെട്ടുപോകണ്ട, അല്ലെങ്കിൽ മനസ്സ് എല്ലാവരും സ്റ്റാറ്റസ് സ്റ്റോറി ഭയങ്കര വൈറലായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പുസ്തകം എടുക്കാൻ കുറച്ചൊന്ന് താമസിച്ചത്. എന്തായാലും വളരെ മികച്ച ഒരു നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി. അപ്പോൾ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നല്ല പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ കുറേ പുസ്തകങ്ങൾ ഇടയിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ വീഡിയോസ് ചെയ്തിട്ടില്ല. ചെയ്യാൻ നോക്കാം. ഞാൻ കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. മേക്ക് യുവർ ബെഡ്, ജീവിച്ചിരിക്കാനുള്ള കാരണങ്ങൾ, ഉമ്മാച്ചു, അങ്ങനെ കുറേ അധികം പുസ്തകങ്ങൾ ഇതിനിടയ്ക്ക് വായിച്ചു. പക്ഷേ എനിക്കത് എൻ്റെ വീഡിയോ ഇടാനുള്ള ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ വായിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുക, നല്ല പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഈ ചാനലിലൂടെ കുറച്ച് സിനിമകൾ, കുറച്ച് പുസ്തകങ്ങൾ, എല്ലാത്തിൻ്റെയും അഭിപ്രായങ്ങൾ വരുന്നതായിരിക്കും. ബൈ.